നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 29 നമ്മുടെ വ്യാഴാഴ്ച നമ്മുടെ മന്ത്ലി എക്സ്പയറി ആണ്, നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. ആ കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ അമേരിക്കയുടെ NBA റിസൾട്ടിന്റെ മുന്നോട്ട് മാർക്കറ്റ് കുറച്ച് വീക്ക് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് ആ രീതിക്കാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ഒരു ലെവലിന്റെ മുകളിൽ തന്നെയാണ് 20,088 മുകളിൽ മാർക്കറ്റ് പോയതിനു ശേഷം 20,143 വരെ മാർക്കറ്റ് പോയി തിരിച്ച് ആ 143 എന്ന് പറഞ്ഞ ലെവലിന് താഴെ മാർക്കറ്റിലേക്ക് തിരിച്ച് ആ 25,35 ഭാഗത്ത് കിടന്ന നിഫ്റ്റി ഇപ്പം കളിക്കുന്നത്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ റിപ്പോർട്ട് പ്രകാരം ബാങ്ക് നിഫ്റ്റിക്ക് ബൂസ്റ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ബൂസ്റ്റ് ബാങ്ക് നിഫ്റ്റി കൊടുക്കണം, അല്ലാതെ ബാങ്ക് നിഫ്റ്റി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ നടക്കുന്നുള്ളൂ. ഓപ്ഷൻ റൈറ്റേഴ്സിന് മാത്രമേ ഈ ബാങ്ക് നിഫ്റ്റി ട്രേഡ് നടക്കുന്നുള്ളൂ. നമ്മളെ എക്കണോമിക് കലണ്ടർ പ്രകാരം നമ്മുടെ ഇന്നത്തെ അമേരിക്കയുടെ ഇന്നലെ രാത്രി വന്ന ന്യൂസുകൾ പ്രകാരം ക്രൂഡ് ഓയിലിന്റെ ഇൻവെന്ററി കുറഞ്ഞിട്ടുണ്ട്. കോൺഫിഡൻസ് കുറച്ച് കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു അമേരിക്കയിൽ വന്ന ഇൻവെന്ററി മാത്രം കുറച്ച് കൂടിയിട്ടുണ്ടെന്നും അല്ലാതെ ബാക്കിയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും മാർക്കറ്റിൽ വന്നിട്ടില്ല. മോർട്ടേജിന്റെ ഒരു ചെറിയൊരു പോസിറ്റീവ്നെസ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ന്യൂസുകളൊന്നും ഇല്ല. ഇന്ന് വ്യാഴാഴ്ച ആണെങ്കിൽ നാളെ നോക്കുകയാണെങ്കിൽ നാളത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യാഴാഴ്ചത്തേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തുവാണ് ഈസി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മാർക്കറ്റിൽ ന്യൂസ് ഇന്നത്തേക്ക് വരുന്നുണ്ട്. വൈകിട്ടാകുമ്പോൾ യൂറോപ്യൻ ഇൻഫ്ലേഷനും പിന്നെ നമ്മുടെ കുറച്ച് എന്തുവാണ് USDയുടെ അമേരിക്കൻ മാർക്കറ്റിന്റെ GDP അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്ന് വൈകിട്ട് രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. ആ മാർക്കറ്റിന്റെ മുന്നോടിയായിട്ടായിരിക്കും വെള്ളിയാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. വെള്ളിയാഴ്ച നമ്മുടെ നിഫ്റ്റിയുടെ പുതിയ കോൺട്രാക്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കുമെന്ന് വെച്ചാൽ ആരെങ്കിലേക്ക് എന്തെങ്കിലും ബൂസ്റ്റ് കൊടുത്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി പോവുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ 24,000 കിടന്ന നിഫ്റ്റി അവിടെ നിന്നും തിരിച്ച് ഏകദേശം പറഞ്ഞാൽ എവിടുന്നാണോ നിഫ്റ്റി അടിച്ചത് ആ ഭാഗത്തേക്ക് നിഫ്റ്റി തിരിച്ചു കയറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ എവിടുന്ന് അടിച്ച ബാങ്ക് നിഫ്റ്റി 51,600 ഭാഗത്തു നിന്നാണ് ബാങ്ക് നിഫ്റ്റി അടിച്ചത്. അറ്റ്ലീസ്റ്റ് ആ 51,600 ഭാഗം പോലും ബാങ്ക് നിഫ്റ്റി ഇപ്പം വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഓൾമോസ്റ്റ് പഴയത് റീകൂപ്പ് ചെയ്ത് പുതിയ ഹൈയിലേക്ക് അടുപ്പിച്ച് നിഫ്റ്റി ഇന്ന് വന്നു. പുതിയ ഹൈ ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പുതിയ ഹൈ ഇന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിന്നിട്ടുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു മൂവ്മെന്റ് തന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് പുതിയ ഹൈ വേണ്ട, ആ 52,000 ഭാഗത്തേക്ക് കൂടെ ബാങ്ക് നിഫ്റ്റി മൂവ്മെന്റ് വന്നിട്ടില്ല. സോ നമുക്ക് നോക്കേണ്ടത്, ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി കഴിഞ്ഞായിരുന്നു. നമുക്കിന്ന് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി എവിടെയാണ് മന്ത്ലിയുടെ എക്സ്പയറി നടക്കുന്നത് എവിടെയാണ്. നമുക്ക് പിന്നെ ബാങ്ക് നിഫ്റ്റിയിലെ കാര്യങ്ങൾ, ഇന്ന് ബാങ്ക് നിഫ്റ്റി പ്യൂർലി പറയുകയാണെങ്കിൽ നോർമൽ ഡേ ആയിരുന്നു. ഇറ്റ്സ് എ പ്യൂർലി ബാലൻസ്ഡ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്യൂർലി ഒരു ബാലൻസ്ഡ് വീക്കിലാണ്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി പ്യൂർലി ഒരു ബാലൻസ്ഡ് വീക്കിലാണ് ഇപ്പൊ ഈ പ്രാവശ്യവും നിൽക്കുന്നത്. അത് അങ്ങനെ ആ ബാലൻസ്ഡ് വീക്ക് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു അടിപൊളി അടാറ് മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റി തരാൻ പോകുന്നു. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്ന 50,620 ഭാഗത്താണ് POC നിൽക്കുന്നത്. 51,143 സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് മാർക്കറ്റിൽ ഇപ്പോഴും ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 51,706 അതിന് മുകളിൽ പോവുകയാണെങ്കിൽ അടുത്ത ഈ സെപ്റ്റംബർ ഭാഗത്തേക്ക് 52,600 എന്ന് പറഞ്ഞ ആ ഒരു POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു എക്സ്പയറി മന്ത്ലി എക്സ്പയറി കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ കുറിച്ച് ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തത്. നമ്മുടെ ഡെയിലി പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായിട്ട് പ്യൂർലി ബാലൻസ്ഡ് ആണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് പ്യൂർലി ബാലൻസ് അല്ല, ഞാൻ വേണമെങ്കിൽ 3 ദിവസം ചേർത്ത് ഈ ഒരു 5 ദിവസം കൂടെ ചേർത്ത് ഒരു ബാലൻസ് വയ്ക്കും. കാരണം നിങ്ങൾ നോക്കി ഇത് 5 ബാങ്ക് നിഫ്റ്റി ഒരു പ്യൂർലി ബാലൻസ് ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റി അടിച്ചത്. അപ്പൊ ഈ ഒരു പ്രൊഫൈൽ വെച്ച് ഞാൻ മെർജ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഇതും ഞാൻ മെർജ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ബാങ്ക് നിഫ്റ്റിയുടെ 5-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെയുള്ള ബാങ്ക് നിഫ്റ്റി പ്രൊഫൈൽ ഞാൻ മെർജ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ 22-ാം തീയതി തൊട്ടുള്ള ബാങ്ക് നിഫ്റ്റിയുടെ പ്രൊഫൈൽ ഞാനത് മെർജ് ചെയ്തിട്ടുണ്ട്.
സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് സ്ട്രക്ചറൈസേഷൻ വന്നിട്ടുള്ളതും ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് ട്രേഡിംഗ് നടക്കുന്നതും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇത് 5-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെ പ്രൊഫൈലും ഇത് 22-ാം തീയതി തൊട്ട് ഇന്ന് വരെയുള്ള പ്രൊഫൈലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ബാലൻസ് ഫോർമേഷൻ ഉണ്ട്, ഈ ഭാഗത്തും ബാങ്ക് നിഫ്റ്റി ഒരു ബാലൻസ് ഫോർമേഷൻ ആണ്. സോ 51,030 ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ചുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പോൾ സപ്പോർട്ടാണ്. ആസ് ലോങ് ആസ് ബാങ്ക് നിഫ്റ്റി 51,430 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ 51,600 എന്ന് പറയുന്ന ഈ ലെവലും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,772 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,900 അതിന് മുകളിൽ 2,236 എന്ന് പറഞ്ഞ ഈ ലെവലിൽ ബാങ്ക് നിഫ്റ്റി കയറാൻ ചാൻസ് ഉണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി താഴേക്കാണെങ്കിൽ 51,030 താഴെ വരെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും തിരിച്ച് 50,933 അതിന് താഴെ 50,760 അതിന് താഴെ 50,560 അതിന് താഴെ 50,423 അതിന് താഴെ 50,272 അതിന് താഴെ 50,100 ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെന്റ് വന്നിട്ടില്ല. ഇത് പ്യുവർലി ബാലൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഫൈലിലെ കഴിഞ്ഞ ഈ ഒരു ഫുൾ ആഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ പ്രൊഫൈല് ബാലൻസിങ് ആയിരുന്നു. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,380 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഈ വീക്കിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായ ഒരു മൂവ്മെന്റ് വരാനും ആ മൂവ്മെന്റ് 52,270 വരെ പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റി സാധ്യമാണ്. സോ നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,030 എന്ന് പറഞ്ഞ ആ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് POC. സോ ആ ഒരു POC മാത്രം നിങ്ങൾ വച്ചാൽ എന്താണ് 51,030 എന്ന് പറഞ്ഞ POC. സോ ആ POC ആണ് എന്താണ് നമ്മുടെ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാലൻസിന്റെ പ്രൊഫൈൽ. 51,380 ആണ് നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,430 അത് ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ 51,600 അതിന് മുകളിൽ 51,776 അതിന് മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,900 എന്ന് പറഞ്ഞ ഈ റെസിസ്റ്റൻസിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ട് എത്രയാണ് 51,30 താഴെ 59,33 ആണ് നമ്മുടെ സ്ട്രോങ് സപ്പോർട്ട്. ആ സപ്പോർട്ടിന്റെ കളർ ഞാൻ പച്ചയാക്കി കൊടുത്തേക്കാം. അതിന് താഴെ 5760 50,760 അതിന് താഴെ 50,560 എന്ന് പറഞ്ഞ ട്രെൻഡ് നമ്മുടെ ബാലൻസിന്റെ POC ആണ്. സോ ഇതായിരിക്കും നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു മൂവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. സോ ഓർത്തോളുക 51,380 51,030 ഇടയ്ക്കുള്ള ഓപ്ഷൻ ലോക്ക്ഡ് ആണ്. നാളെ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ഇപ്പം സെപ്റ്റംബർ മാസം ഫ്യൂച്ചർ 51,400 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഈ 380 ബോളിന് ആയിരിക്കും മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തത്. സ്പോട്ട് നാളെ തമ്മിലുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് വരുന്നതുകൊണ്ട് നാളെ നോക്കി 51,380 മുകളിൽ നാളെ ക്ലോസിംഗ് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ മാർക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 400 ഒരു 51,600 ആ ഭാഗത്തിന് മുകളിലൊക്കെയാണ് നമ്മുടെ സെപ്റ്റംബർ മാസം ഫ്യൂച്ചർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ FA കൺഫേം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. വീക്കിലി FA 52,993 അത് പ്രകാരം 52,267 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമ്മൾ നിഫ്റ്റിയെ കുറിച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് പ്രൊഫൈൽ ആയിരുന്നു. നല്ല വൃത്തി കയറി പോവുകയും ചെയ്തു. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ സെൽ ഓഫ് കാരണം നിഫ്റ്റിയിൽ താഴേക്ക് വരികയും ഓൾമോസ്റ്റ് IBH മുകളിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 25,1023 എന്ന് പറഞ്ഞ POC ഇതിന് മുകളിൽ മാത്രമേ ഇനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,150 അതിന് മുകളിൽ 25,203 അതിന് മുകളിൽ 25,251 അതിന് മുകളിൽ 25,413 എന്ന് പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ആ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാൻ വേണ്ടി നിഫ്റ്റി ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഞാൻ ഇതെല്ലാം റിമൂവ് കളഞ്ഞിട്ട് ഇനി നമുക്ക് എന്താണ് 25,103 മുകളിൽ മാത്രമേ നമ്മൾ ഇനി ബൈ 25,103 ആണ് നമ്മളെ സംബന്ധിച്ച് POC.
അതിന് മുകളിൽ നമുക്ക് ഇനി ബൈ എടുക്കാം. അതിന് മുകളിൽ 150 വരെ പോകും. 25 150 എന്ന് പറഞ്ഞ റെസൻസ് നമുക്ക് വരണുണ്ട്. ആ റെസൻസ് നമ്മൾ നോക്കുക. അതിന് മുകളിൽ അത് വരും. അതിന് മുകളിൽ അടുത്തതെന്ന് പറഞ്ഞാൽ 25,205 25205. ഓക്കെ, അതിന് മുകളിൽ 25,259 25259ഉം അതിന് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ 25,413ലേക്കുള്ള പോക്കാനുള്ള 25,413ലേക്ക് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇൻ ബിറ്റ്വീൻ 24,358 ചെറിയൊരു ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതും കൂടെ ഞാൻ ഒന്ന് വെച്ചേക്കാം. എന്താണ് 25,348ലേക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് മാർക്കാം. അത് ST ബാൻഡ് വെച്ചുള്ള റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുകയാണ്. ഇനി നമുക്ക് താഴേക്കുള്ള സപ്പോർട്ട് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്കുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പം നമുക്ക് എന്താണ്, നമുക്ക് അടുത്ത സപ്പോർട്ട് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 25,030 താഴെ 24,980 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. 980ക്ക് താഴെ 9023യും 903ക്ക് താഴെ 24,852 ലെവലും അതിന് താഴെ 24,758 എന്ന് പറഞ്ഞ ഈ ലെവലും നമുക്ക് സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യും. സോ 24,980 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള സ്ട്രോങ് സപ്പോർട്ട്. ആ സപ്പോർട്ടിന് താഴെ നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുകയാണെങ്കിൽ 24,902 24,902 അതിന് താഴെ 24,858 24,858 അതിന് താഴെ 24,758 വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 758 വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മളൊരു POC ആണ്. അപ്പൊ ഞാൻ അതിന്റെ കളർ ഞാൻ മാറ്റി. POC ആയാലും വെർജിൻ പീക്കോ ആണ്. സോ അതിന്റെ കളർ ഞാൻ മാറ്റി ആ POക്കിന്റെ കളർ വയ്ക്കുകയാണ്. ഇതൊരു വെർജിൻ POC ആണ് നമ്മളെ സംബന്ധിച്ച്. അത് ഞാൻ അവിടെ കൊടുക്കുകയാണ്. സോ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെക്കാട്ടും കൂടുതൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി ഫ്രഷ് ബൈ നിങ്ങൾ എടുക്കണം. 25,103ക്ക് മുകളിൽ നിൽക്കാൻ മാത്രം ബൈ എടുത്താൽ 150 205 259 348 413ലേക്ക് പോകാനും ഇനി 24,980 സ്ട്രോങ് സപ്പോർട്ട് അതിനാൽ നിൽക്കുകയാണെങ്കിൽ 24,902 24,858 24,750ലേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി ഫ്യൂച്ചറിന് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്തു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.